പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് താക്കീത് നൽകിയ ഹൈക്കമാൻഡ് പാർട്ടി അധ്യക്ഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും മുന്നണിയെ ഒന്നിച്ചു നയിക്കണമെന്നും നിർദ്ദേശം. സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റണമെന്ന സതീശന്റെ നിർദ്ദേശം നേരത്തെ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് സതീശന് താക്കീതും നൽകിയത്. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഏറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയാനാവും. ഒന്നാമത്തെ കാര്യം, KPCC അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണം എന്ന ഉറച്ച നിലപാടിലായിരുന്നു വി.ഡി. സതീശൻ. ഇതിനനുസരിച്ചുള്ള സമ്മർദ്ദമൊക്കെ അദ്ദേഹം പല തവണ നടത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം, AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോട് നേരിട്ട് തന്നെ ചോദിക്കുകയും ചെയ്തു. ഈ നേതാക്കളുമായിട്ടുള്ള ഒറ്റക്കെട്ടയ്ക്കുള്ള പ്രത്യേകിച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദീപാദാസ് മുൻഷി പോയ ശേഷം വലിയ തരത്തിൽ വ്യാപകമായ വാർത്തയും പ്രചരിച്ചു. അതായത് KPCC അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റുകയാണ്. ഇത് വി.ഡി. സതീശന്റെ കോക്കസിൽ നിന്നാണ് ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയും കെ സുധാകരൻ ഉണ്ടായിരുന്നു. അതിൽ നിർണായകമായ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് കെ സുധാകരനെ അറിയിച്ചിട്ടുള്ളത്. KPCC അധ്യക്ഷനായി അദ്ദേഹത്തിന് തന്നെ തുടരാം. തുടർന്നുകൊണ്ട് തന്നെ സംഘടനാ പുനഃസംഘടനയായി മുന്നോട്ട് പോകാം. പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഒഴിവുകൾ നികത്തുക, നിർജ്ജീവമായ കാര്യക്ഷമമല്ലാത്ത നേതാക്കളെ ഒഴിവാക്കുക എന്നതാണ്. അതിൽ പൂർണ്ണമായ അധികാരം KPCC അധ്യക്ഷന് കെ സുധാകരന് നൽകുകയും ചെയ്തു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി നേരിട്ടതെന്ന് പറഞ്ഞാൽ വി.ഡി. സതീശന് ശക്തമായ താക്കീത് ഹൈക്കമാൻഡ് നൽകിയെന്നതാണ്. താക്കീതിൽ പറയുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരനെ മുഖവിലക്കെടുത്ത് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം. പാർട്ടി കാര്യങ്ങൾ കെ സുധാകരനുമായി ചർച്ച ചെയ്യണം. മുന്നണി കാര്യങ്ങളായിരുന്നാലും നടപ്പിലാക്കുന്ന പാർട്ടിയുടെ പരിപാടികളായിരുന്നാലും പാർട്ടിയുമായി യോജിച്ച് മുന്നോട്ട് പോകണം. ഒരു തരത്തിലുള്ള അനൈക്യവും പാടില്ല. കെ സുധാകരനുമായി ഒന്നിച്ചു നിന്ന് വേണം പാർട്ടിയെയും മുന്നണിയെയും നയിക്കേണ്ടത് എന്ന കർക്കശമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് വി.ഡി. സതീശന് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വി.ഡി. സതീശൻ പാർട്ടിയിലും മുന്നണിയിലും ഏറെക്കുറെ ഒറ്റപ്പെടുന്നു എന്നതാണ്. ഈ രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് സമുദായ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന വലിയ തരത്തിലുള്ള പിന്തുണ, അതിനുശേഷമാണ് പാർട്ടിയിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ് വി.ഡി. സതീശന് ഉണ്ടാകുന്നു എന്ന സൂചനയാണ്. ഈ താക്കീതോടുകൂടി ഹൈക്കമാൻഡിൽ നിന്നുള്ള അതൃപ്തി കൂടി വി.ഡി. സതീശൻ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിലുള്ള രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയപരമായിട്ടുള്ള എന്ത് തരത്തിലുള്ള പുരോഗതിയാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും മറുചേരിയിൽ നിന്നും ഉണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് വി.ഡി. സതീശ വിഭാഗത്തിനാണ്. സുധാകരനെ മാറ്റും എന്ന് പറഞ്ഞ സുധാകരൻ പദവിയിൽ തുടരുന്നു. മാത്രമല്ല, അദ്ദേഹം പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനുള്ള പൂർണ്ണമായ അധികാരം ഹൈക്കമാൻഡ് നൽകുന്നു. സുധാകരനോട് യോജിച്ചു പോകണമെന്ന താക്കീതും വി.ഡി. സതീശന് നൽകുകയും ചെയ്തിരിക്കുകയാണ്. അസിത, ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.